അവിടെ നിന്റെ ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഈ ബൈബിൾ താൻ കാത്തുരക്ഷിക്കുകയില്ലായിരുന്നോ? I hated Jesus with all my heart. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ഞാൻ വെറുത്തിരുന്നു. Standing in front of churches, to spit on the ground and speak filthy words about Jesus Christ. ഞാൻ ചർച്ചുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിലത്ത് തുപ്പി യേശുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിരുന്നു. I was never bothered about anything. I would express myself publicly to any of my views. ഞാൻ എന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് നിർലോഭമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. My father was a secular man. എന്റെ പിതാവ് ഒരു ലോകപരമായ He മനുഷ്യനായിരുന്നു. said all gods are one. താൻ പറഞ്ഞു എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ. He said, Rambabu, you should not talk about Jesus like this. താൻ പറഞ്ഞു രാംബാബു നീ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയരുത്. No, you should not do this. നീ അങ്ങനെ പറയരുത്. I used to tell my father, ഞാൻ എന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, my religion is the only right religion. എന്റെ മതം മാത്രമാണ് യഥാർത്ഥ മതം. No other religion I can follow, no other religion I can accept in my life. മറ്റ് മതങ്ങളെ എനിക്ക് പിന്തുടരാൻ പറ്റത്തില്ല, ഞാൻ അംഗീകരിക്കത്തുമില്ല. So that was my life. അതായിരുന്നു എന്റെ ജീവിതം. One day when I was studying my engineering, ഞാൻ എന്റെ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് whenever I go to my classes, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ I always had to pass in front of a church building. ഒരു ചർച്ചിന്റെ മുന്നിൽ കൂടിയാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. Like the church building was right on the main road. മെയിൻ റോഡിൽ തന്നെയായിരുന്നു ഈ പള്ളി So സ്ഥിതി ചെയ്യുന്നത്. every time I go on my bicycle, I had to pass in front of the church building. ഞാൻ സൈക്കിളിൽ കൂടി പോകുമ്പോൾ ഈ പള്ളിയുടെ മുന്നിൽ കൂടിയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. So one day I was going to my classes like that. ഞാൻ അങ്ങനെ എന്റെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ At evening classes. ഞാൻ വൈകുന്നേരം സായാഹ്ന ക്ലാസ്സിലാണ് പോയത്. And when I was going there, ഞാൻ അവിടെ പോയപ്പോൾ I saw in the church compound a Christian meeting going on. അവിടെ അതിന്റെ ആ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ ഒരു ക്രിസ്ത്യൻ യോഗം I നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. saw some Christians clapping and singing. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ. I was so angry. അത് കണ്ട് ഞാൻ കോപപരവശനായി. I stopped my bicycle. ഞാൻ എന്റെ സൈക്കിൾ അവിടെ നിർത്തി. I said, again another meeting. These fellows have no other work than to convert people. Whose sake I became a Christian? അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വേണ്ടിയല്ല ഞാൻ ക്രിസ്ത്യാനിയായത്. I hated Jesus. ഞാൻ യേശുവിനെ വെറുത്തിരുന്നു. I hated Christians. ഞാൻ ക്രിസ്ത്യാനികളെ വെറുത്തിരുന്നു. I thought Christianity is a Western religion. ഞാൻ പറഞ്ഞു ഒരു പാശ്ചാത്യ മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന്. I said these Christians have no other work than to give people money and convert people by force. ഈ ക്രിസ്തു മതക്കാരെ അവർ മറ്റുള്ളവർക്ക് ചക്രം കൊടുത്ത് അവരെ മതം മാറ്റുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. I remember the times when the Gideons used to come and distribute New Testaments in the schools. ഗിഡിയൻസ് അവിടെ കടന്നു വന്ന് പുതിയ നിയമ ബൈബിൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. So I used to accept the New Testament. ഞാൻ അങ്ങനെ പുതിയ നിയമം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. And I used to tell them, ഞാൻ അവരോട് പറയും, please wait for a minute here. ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. As they were waiting, I go to a shop and buy kerosene. ഞാൻ പോയി മണ്ണെണ്ണ മേടിച്ചു. Dip the new kerosene. ഈ പുതിയ നിയമം മണ്ണെണ്ണയ്ക്കകത്ത് മുക്കും. Light with a matchstick. എന്നിട്ട് ഞാൻ കത്തിക്കും. And the Bible was burning. I used to throw the Bible burning up. കത്തിയെരിയുന്ന ഈ ബൈബിൾ ഞാൻ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയുമായിരുന്നു. And I used to say, where is your God? If your God is alive, let him protect his Bible. ഞാൻ പറയുമായിരുന്നു നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഈ ബൈബിൾ താൻ കാത്തുരക്ഷിക്കുകയില്ലായിരുന്നോ? I hated Jesus with all my heart. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ഞാൻ വെറുത്തിരുന്നു. Standing in front of churches, to spit on the ground and speak filthy words about Jesus Christ. ഞാൻ ചർച്ചുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിലത്ത് തുപ്പി യേശുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിരുന്നു. I was never bothered about anything. I would express myself publicly to any of my views. ഞാൻ എന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് നിർലോഭമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. My father was a secular man. എന്റെ പിതാവ് ഒരു ലോകപരമായ He മനുഷ്യനായിരുന്നു. said all gods are one. താൻ പറഞ്ഞു എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ. He said, Rambabu, you should not talk about Jesus like this. താൻ പറഞ്ഞു രാംബാബു നീ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയരുത്. No, you should not do this. നീ അങ്ങനെ പറയരുത്. I used to tell my father, ഞാൻ എന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, my religion is the only right religion. എന്റെ മതം മാത്രമാണ് യഥാർത്ഥ മതം. No other religion I can follow, no other religion I can accept in my life. മറ്റ് മതങ്ങളെ എനിക്ക് പിന്തുടരാൻ പറ്റത്തില്ല, ഞാൻ അംഗീകരിക്കത്തുമില്ല. So that was my life. അതായിരുന്നു എന്റെ ജീവിതം. One day when I was studying my engineering, ഞാൻ എന്റെ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് whenever I go to my classes, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ I always had to pass in front of a church building. ഒരു ചർച്ചിന്റെ മുന്നിൽ കൂടിയാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. Like the church building was right on the main road. മെയിൻ
റോഡിൽ തന്നെയായിരുന്നു ഈ പള്ളി So every time I go on my bicycle, I had to pass in front of the church building. ഞാൻ സൈക്കിളിൽ കൂടി പോകുമ്പോൾ ഈ പള്ളിയുടെ മുന്നിൽ കൂടിയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. So one day I was going to my classes like that. ഞാൻ അങ്ങനെ എന്റെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ I had evening classes. ഞാൻ വൈകുന്നേരം സായാഹ്ന ക്ലാസ്സിലാണ് പോയത്. And when I was going there, ഞാൻ അവിടെ പോയപ്പോൾ I saw in the church compound a Christian meeting going on. അവിടെ അതിന്റെ ആ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ ഒരു ക്രിസ്ത്യൻ യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. I saw some Christians clapping and singing. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ. I was so angry. അത് കണ്ട് ഞാൻ കോപപരവശനായി. I stopped my bicycle. ഞാൻ എന്റെ സൈക്കിളോടെ നിർത്തി. I said again another meeting. These fellows have no other work than to convert people. ഞാൻ പറഞ്ഞു പിന്നെയും ഒരു യോഗം, ഇവർക്ക് വേറെ ഒരു പണിയുമില്ല, ഇങ്ങനെ ആൾക്കാരെ മതം മാറ്റുന്നത് എന്തിനാ? I spat on the ground. അങ്ങനെ ഞാൻ പിന്നെയും നിലത്ത് തുപ്പി. And spoke bad words about Jesus. ഞാൻ യേശുവിനെ കുറിച്ച് അഴുക്ക് കാര്യങ്ങൾ പറഞ്ഞു. And I went back to my classes. എന്നിട്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ പോയി. That day again I just had one class. എനിക്ക് അന്ന് ഒരു ക്ലാസ് മാത്രമേ I was ഉണ്ടായിരുന്നുള്ളൂ. coming back again. അതിനുശേഷം ഞാൻ മടങ്ങി വന്നപ്പോൾ The meeting is still going on. യോഗം തുടർന്നുകൊണ്ടിരുന്നു. And again still somebody is preaching, the meeting is going on. ആരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, യോഗം I നടന്നുകൊണ്ടിരിക്കുന്നു. was so angry. പെട്ടെന്ന് വീണ്ടും ഞാൻ കോപപരവശനായി. When I saw the meeting going on, ഞാൻ ആ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ a thought came in my mind. പെട്ടെന്ന് ഒരു ചിന്ത എന്റെ ചിന്താമണ്ഡലത്തിൽ വന്നു. Why should not I go into the meeting and disrupt the meeting? ആ യോഗത്തിൽ കടന്നു എന്ന് എന്തുകൊണ്ട് ഈ യോഗം അലമ്പലമാക്കിക്കൂടാ? So I took the bicycle, went into the church compound. അങ്ങനെ ഞാൻ എന്റെ സൈക്കിളിൽ തന്നെ ആ ചർച്ചിന്റെ അകത്തേക്ക് കയറി ചെന്നു. And I put the bicycle on one side. എന്റെ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചു. Sat on the last row. ഞാൻ ഏറ്റവും അവസാനത്തെ വരിയിൽ പോയിരുന്നു. And picked a few stones in my hands. ഞാൻ ചില കുറച്ച് കല്ലുകൾ എന്റെ കയ്യിലെടുത്തു. The preacher was preaching. ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. I was throwing stones at this girl and that girl. I was throwing stones at the people. ഞാൻ അവിടെ ഇരുന്ന ആൾക്കാരിലേക്ക് ഈ കല്ലുകൾ വലിച്ചെറിയുവാൻ തുടങ്ങി. I never heard what the preacher preached. ഈ ദൈവദാസൻ എന്താണ് പ്രസംഗിച്ചത് ഞാൻ കേട്ടില്ല. At the end, അവസാനം the preacher said like this. ഈ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. He said, let's all pray. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. When he said that, അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ there was silence. പെട്ടെന്ന് അവിടെ നിശബ്ദത. When silence came, I got scared. അങ്ങനെ നിശബ്ദത വന്നപ്പോൾ അവിടെ പരന്നപ്പോൾ ഞാൻ ഭയപരവശനായി. I thought if I move now, they will know I'm the only fellow who moved. ഞാൻ ഇപ്പോൾ അവിടുന്ന് മാറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് മാറിയെന്ന് അവർ കാണും. So even I stood quiet. അതുകൊണ്ട് ഞാനും അവിടെ നിശബ്ദനായി അവിടെ നിന്നു. And the preacher said like this. ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. He said, അദ്ദേഹം പറഞ്ഞു, Jesus Christ is the living God. യേശു ജീവിക്കുന്ന ദൈവം. And because he's alive today, യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ട് whatever he has done 2000 years ago, he can do it even today. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത പ്രവൃത്തികൾ ഇന്നും തനിക്ക് ചെയ്യാൻ പറ്റും. And he said what is impossible to man is possible with Jesus Christ. പിന്നെ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് യേശുവിന് സാധ്യം. He said what is impossible doctors can become possible with Jesus Christ. താൻ പറഞ്ഞു വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് യേശുവിന് സാധ്യം. He said all hope might have gone, come to Jesus, he will give you new hope. അവൻ താൻ പറഞ്ഞു ആശ നശിച്ചവരെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക, താൻ പുതിയ ആശ പ്രത്യാശ നിങ്ങൾക്ക് തരും. When I heard it, I was angry. അത് കേട്ടപ്പോൾ പിന്നെയും ഞാൻ കോപിഷ്ഠനായി. How dare this fellow to say that what no one can do that Jesus can do? എങ്ങനെ ഈ മനുഷ്യന് പറയാൻ പറ്റും മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്തത് യേശുവിന് ചെയ്യാൻ പറ്റുമെന്ന്? That night from the meeting straight I went to my friend's house. അവിടുന്ന് യോഗത്തിന് ശേഷം ഞാൻ എന്റെ സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. He was a Muslim brother. താനൊരു മുസ്ലിം സഹോദരനായിരുന്നു. He had a younger sister. തനിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. And that younger sister, she was a mute girl. ആ സഹോദരി അവർ സംസാരിക്കത്തില്ലായിരുന്നു. She was not deaf, she was only mute. അവർക്ക് ചെവി കേൾക്കാമായിരുന്നു, പക്ഷെ അവർ സംസാരിക്കാൻ പറ്റത്തില്ല. She could not even utter a single sound from her mouth. അവളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ഉതിർന്നു വീഴില്ല. They took her to different cities, India, Bangalore, Mysore, speech therapies, everything they did, but she could not even utter a single sound from her mouth. ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ വിവിധ വൈദ്യ പരിശോധനകൾക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോയി എങ്ങും അവർക്ക് വിജയം ലഭിച്ചില്ല. When medicine did not help them, അങ്ങനെ വൈദ്യശാസ്ത്രം അവരെ സഹായിക്കാഞ്ഞതുകൊണ്ട് they took her to all the Islamic holy places. ഇസ്ലാം മതത്തിന്റെ എല്ലാ വിശുദ്ധ ഇടങ്ങളിലും അവർ കൊണ്ടുപോയി. Nothing happened. ഒന്നും സംഭവിച്ചില്ല. And as per my advice, അവസാനം എന്റെ ഉപദേശപ്രകാരം they took her to all the Hindu temples. അവരെ എല്ലാ